നാടിനെ ഞെട്ടിച്ച പത്തനംതിട്ട ഹണി ട്രാപ്പ് കേസിലെ നിർണായക വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. പ്രതി രശ്മിയുടെ ഫോണിലുള്ളത് 5 വീഡിയോ ക്ലിപ്പുകൾ. രശ്മിയും ആലപ്പുഴ സ്വദേശി യുവാവും നഗ്നരായി നിൽക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നാളെ അപേക്ഷ സമർപ്പിക്കും. പരാതിക്കാരൻ റാന്നി സ്വദേശിയായ 30-കാരൻ ജയേഷിന്റെയും രശ്മിയുടെയും വിവാഹ നടത്തിപ്പിൽ ഇടപെട്ട ആളെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. വിവരങ്ങളുമായി നമ്മോടൊപ്പം ശ്രീരാജ് ബാബു ചെയ്യുന്നുണ്ട്. ശ്രീരാജ്, നാടാകെ ഞെട്ടിച്ച് അല്ലെങ്കിൽ നമ്മളെല്ലാം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു ഇത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, അങ്ങനെ തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും നമുക്ക് പോലീസിൽ നിന്നും അടക്കം ലഭിച്ച വിവരം. ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, ഈ രശ്മിയുടെ ഫോണിൽ 5 ക്ലിപ്പുകളാണ് ഈ ഫോണിൽ ഉള്ളത് എന്നാണ്. ഈ യുവാക്കളെ വീട്ടിൽ കൊണ്ട് എത്തിച്ച് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ 5 ദൃശ്യങ്ങളും. അതിൽ ഈ രശ്മിയും ആലപ്പുഴ സ്വദേശിയായ യുവാവും വിവസ്ത്രരായി നിൽക്കുന്നതടക്കം ആ ദൃശ്യങ്ങളിലുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള നിലവിലുള്ള ദൃശ്യങ്ങളിൽ അങ്ങനെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടേണ്ട സാഹചര്യമുണ്ട്. കൂടുതൽ തെളിവെടുക്കണം, കൂടുതൽ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമടക്കം പോലീസിന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ അപേക്ഷ നാളെ സമർപ്പിക്കും. നിലവിൽ ആറന്മുള പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഉടൻ തന്നെ ഇത് കോയിപ്പുറം പോലീസിലേക്ക് കൈമാറും. സംഭവം നടന്നിരിക്കുന്നത് കോയിപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ കോയിപ്പുറം പോലീസാകും ഇനി നിലവിൽ ഈ കേസുകൾ അന്വേഷിക്കുക. നിലവിൽ ആലപ്പുഴ സ്വദേശിയായ യുവാവ് നേരിട്ട പീഡനത്തിന്റെ കേസ് നിലവിൽ കോയിപ്പുറം പോലീസിന്റെ കയ്യിൽ തന്നെയാണ്. റാന്നി സ്വദേശിയുടെ കേസ് കൂടി കോയിപ്പുറം പോലീസിലേക്ക് ഉടൻ കൈമാറും. എന്തായാലും ഈ പരാതിക്കാരിൽ റാന്നി സ്വദേശി 30-കാരനായിട്ടുള്ള ജയേഷിന്റെയും അതുപോലെ തന്നെ രശ്മിയുടെ വിവാഹ നടത്തിപ്പിൽ ഇടപെട്ട ആളാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികൾ പോലീസുമായി അന്വേഷണത്തിന് കാര്യമായി സഹകരിക്കാതെ മൊഴി നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ അന്വേഷണം വലിയ പ്രതിസന്ധി നിലവിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജലി, ശ്രീ, ഈ ആലപ്പുഴ സ്വദേശി യുവാവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമോ? എങ്ങനെയാണ്? തീർച്ചയായും ആലപ്പുഴ സ്വദേശിയായ യുവാവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. റാന്നി സ്വദേശിയുടെ ഉൾപ്പെടെ കൂടുതൽ മൊഴിയെടുക്കണമെന്ന ആലോചനയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ഇത്തരത്തിൽ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ പ്രതികൾ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. കാരണം ഈ രശ്മിയുടെയും അതുപോലെ തന്നെ ജയേഷിന്റെയും കയ്യിൽ കൂടുതൽ ഇവരുടെ ദൃശ്യങ്ങൾ അടക്കം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഭയപ്പെട്ടും ഒക്കെ തന്നെ ഇവർ മൊഴി ആദ്യം കാര്യമായി നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ തെറ്റായ മൊഴിയടക്കം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായി മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഇതിൽ ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ ഇവർ നേരിട്ടു എന്നതും ഏതെല്ലാം തരത്തിലായിരുന്നു ഇവരുമായുള്ള ബന്ധം എന്നതും അടക്കം പോലീസിന് ഒരു വ്യക്തത കുറവുണ്ട്. അതിൽ ഇവരുടെ മൊഴി കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാലേ അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികൾ ഇക്കാര്യത്തിൽ കാര്യമായി പോലീസുമായി സഹകരിക്കുന്നില്ല എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. കാരണം ഇവരെ ചോദ്യം ചെയ്യുന്നതിലടക്കം ഇവരുടെ മൊഴികളിലടക്കം വൈരുദ്ധ്യമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരകളാക്കപ്പെട്ടവരിൽ നിന്നും കൂടുതൽ മൊഴിയെടുക്കുക, അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മൊഴി ലഭിക്കുക എന്നത് തന്നെയാണ് ഈ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുക. അതുകൊണ്ട് തന്നെ ആലപ്പുഴ സ്വദേശിയുടെ മൊഴിയാണ് പോലീസ് കാര്യമായി എടുക്കാൻ ഇനി സാധ്യതയുള്ളത്. അതിനുവേണ്ടി റാന്നി സ്വദേശിയുടെയും സമാനമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. എന്തായാലും ഈ ഇരയാക്കപ്പെട്ടവരുടെ മൊഴി തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് പോലീസിന് മുമ്പിൽ എത്തുക. കാരണം ഈ പ്രതികൾ കാര്യമായി അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരയാക്കപ്പെട്ടവരുടെ മൊഴിയിൽ നിന്നുമായിരിക്കും പോലീസ് കൂടുതൽ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരിക. എന്തായാലും ഈ രശ്മിയുമായി ഈ യുവാക്കൾക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്, രശ്മിയും ജയേഷുമായി നേരത്തെ തന്നെ പരിചയമുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ മൊഴിയെടുത്താൽ മാത്രമേ ഇരകളാക്കപ്പെട്ടവരിൽ നിന്നും കൂടുതൽ മൊഴി ലഭിച്ചാൽ മാത്രമേ പോലീസിന് കൃത്യമായി ഒരു നിഗമനത്തിലേക്ക് നിലവിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അഞ്ജലി, ശരി ശ്രീരാജ്, വ്യക്തമാണ്. നാടിനെ ഞെട്ടിച്ച പത്തനംതിട്ട ഹണി ട്രാപ്പ് കേസിലെ നിർണായക വിവരങ്ങളാണ് ന്യൂസ് മലയാളത്തിൽ ലഭിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത് ശ്രീരാജ് ബാബുവാണ്.